കൊണ്ടുവരുന്ന പഞ്ചായത്ത് റോഡ് ലക്ഷക്കണക്കിന് കുഴികളുമായി. ആക്ഷേപവുമായി രമേശ് പള്ളത്ത്. ദിവസവും ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കും എടമുട്ടം കഴിമ്പ്ര ബീച്ച് റോഡിലെ വേളേക്കാട്ട് കോർണറിൽ നിന്നും പാലപ്പെട്ടി ക്ഷേത്രത്തിലേക്കും പോകാവുന്ന ഏകദേശം 1 കിലോമീറ്ററോളം നീളം വരുന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പാലപ്പെട്ടി ടെമ്പിൾ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമെന്ന് രമേശ് പള്ളത്ത്. ഇത്രയും മോശമായ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് വലപ്പാട് പഞ്ചായത്തിലെന്നല്ല കേരള സംസ്ഥാനത്ത് തന്നെ വേറൊരിടത്തും കാണാനില്ലെന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തോണ്ടിയ കുഴികളും കൂനിന്മേൽ കുരു പോലെ റോഡിന്റെ ശോചനീയാവസ്ഥ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ പോലും വരാൻ കഴിയാത്ത അത്രയ്ക്ക് ദുഷ്കരമാണ് ഇന്ന് റോഡ്. റോഡിന്റെ ദുരവസ്ഥ പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ചിറ്റമ്മ നയം പ്രദേശവാസികളോടുള്ള വലിയ അവഗണനയാണെന്ന് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി രമേശ് പള്ളത്തിന്റെ ആക്ഷേപം. ഇരുചക്ര, മുച്ചക്ര, 4 ചക്ര വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ പാലപ്പെട്ടി ക്ഷേത്രത്തിലേക്കും ബീവറേജിലേക്കുമായി ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ എത്തുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്ന് രമേശ് പള്ളത്തിനൊപ്പം പ്രദേശനിവാസികളുടെ വിലാപം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രാദേശിക വാർത്തകൾ ലൈവ് തൃശൂർ കയ്പമംഗലം.